റവറൻഡ് ഐസക് ഷാലോം പ്രകാശ് അധ്യാപന ജീവിതത്തിൽ നിന്ന് ആത്മീയ ശുശ്രൂഷയിലേക്കുള്ള ഒരു ശ്രദ്ധേയമായ യാത്ര. സർക്കാർ സ്കൂളുകളിലെ അധ്യാപകനായിരുന്ന അദ്ദേഹം പിന്നീട് ദൈവവിളി തിരിച്ചറിഞ്ഞ് ശുശ്രൂഷയിലേക്ക് കടന്നുവന്നു. നിരവധി ഗ്രന്ഥങ്ങളിലൂടെ വിശ്വാസവും സമൂഹവും തമ്മിലുള്ള ബന്ധങ്ങളെ ആഴത്തിൽ അവതരിപ്പിക്കുന്ന എഴുത്തുകാരൻ. ജീവിതവും ദൗത്യവും ഒന്നാകുന്ന ഒരു ആത്മീയ രേഖയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ട വട്ടപ്പാറ ദേശത്ത് ഈ തണ്ണിപ്പൊയ്യ സ്ഥലം, അവിടെയാണ് ജനിച്ചു വളർന്നത്. എൻ്റെ പിതാവ് ഒരു പുരോഹിതനായിരുന്നു. മാതാവ് തമിഴ്നാട് ഗവൺമെൻറ് സർവീസിൽ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. എൻ്റെ മാതാവിൻ്റെ പിതാവും ഒരു പുരോഹിതനായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന പഠനത്തിന് ശേഷം അധ്യാപക വൃത്തിയിലായിരുന്നു. ആര്യനാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു. തുടർന്ന് മാവേലിക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി അധ്യാപകനായിരിക്കുമ്പോഴാണ് എൻ്റെ പിതാവ് ശുശ്രൂഷയിലേക്ക് കടന്നു വരാനായിട്ട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഞാൻ അവിടുത്തെ അധ്യാപക വൃത്തി അവസാനിപ്പിച്ചിട്ട് കണ്ണമൂല തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് BD പഠനം നടത്തി. തുടർന്ന് ശുശ്രൂഷ ആരംഭിച്ചു. പല സഭകളിൽ, കൊല്ലം ക്രൈസ്റ്റ് ചർച്ച് തുടങ്ങി പല സഭകളിലും ഞാൻ ശുശ്രൂഷകനായിരുന്നു. എന്നിട്ട് ഉപരിപഠനത്തിന് വേണ്ടി MTH പഠനത്തിന് വേണ്ടി ചെന്നൈയിൽ എത്തി. അവിടെ നിന്ന് MTH മിസിയോളജിയിൽ MTH കഴിഞ്ഞതിന് ശേഷം മടങ്ങി വന്ന് വീണ്ടും ശുശ്രൂഷ ആരംഭിച്ചു. ഈ മഹായിടവകയിൽപ്പെട്ട വിവിധ സഭകളിലും അതുപോലെ ബോർഡുകളിലും കമ്മിറ്റികളിലും അതിന് നേതൃത്വം നൽകാൻ എനിക്ക് സാധിച്ചു. അതിനെ തുടർന്ന് പല സെമിനാരികളിൽ ക്ലാസ് എടുക്കാനായിട്ടുള്ള അവസരം എനിക്ക് ലഭ്യമായി. സെമിനാരിയിൽ ക്ലാസ് എടുക്കുമ്പോഴാണ് പുസ്തകമുണ്ടാക്കണം എന്ന് എനിക്കൊരു താല്പര്യമുണ്ടായി. കാരണം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മിസിയോളജി മിഷൻ, അതിൽ പുസ്തകങ്ങൾ കുറവായിരുന്നു. അതുകൊണ്ട് പുസ്തകങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം എനിക്കുണ്ടാവുകയും അതിനു വേണ്ടിയിട്ടുള്ള വായനകൾ നടത്തുകയും തുടർന്ന് എഴുതുകയും അങ്ങനെ പുസ്തക രചനയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഇതുവരെയായിട്ട് 5 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. 6ാമത്തെ പുസ്തകം അതിൻ്റെ പണിപ്പുരയിലാണ്. വളരെ അടുത്ത കാലത്ത് തന്നെ അതെനിക്ക് പൂർത്തിയാക്കുവാനായിട്ടും സാധിക്കും. ഇപ്പോൾ കണ്ണമൂല തിയോളജിക്കൽ സെമിനാരിയിൽ വിസിറ്റിംഗ് ഫാക്കൽറ്റിയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ശുശ്രൂഷ ജീവിതം അതിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഈ വിശ്രമ ജീവിതത്തിൽ മറ്റ് സഭകളിലെ ആവശ്യങ്ങൾ അവർ അറിയിക്കുമ്പോൾ അവിടെ ചെല്ലും. പിന്നെ പുസ്തകരചനയിലും ഒക്കെയാണ്. വായനയും ആണ് എൻ്റെ ഏറ്റവും വലിയ താല്പര്യമുള്ള വിഷയം. ഞാൻ എഴുതി തുടങ്ങുന്നതിന്, ഈ പുസ്തകം എഴുതി തുടങ്ങുന്നതിന് മുമ്പേ കഥകളും കവിതകളൊക്കെ എഴുതുമായിരുന്നു. കോളേജ് മാഗസിനിൽ എൻ്റെ കഥകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ സഭയുടെ പ്രസിദ്ധീകരണമായ ക്രൈസ്തവ ദീപികയിൽ ഏതാണ്ട് 50ഓളം കഥകളും അതുപോലെ അത്ര തന്നെ കവിതകളുമൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊരു വലിയ താല്പര്യമുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലും സെൻട്രൽ ലൈബ്രറിയിലും ചെന്ന് കവികളുടെയും അവരുടെയൊക്കെ പുസ്തകം വായിക്കുകയും അതിൻ്റെ നിരൂപണങ്ങൾ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു തുടർന്ന് എഴുതാനായിട്ടുള്ള ഒരു പ്രേരണ എനിക്കുണ്ടാക്കിയത്. അങ്ങനെ ഈ തിയോളജിക്കൽ ഫീൽഡിൽ, മിസിയോളജിയിൽ പുസ്തകത്തിൻ്റെ കുറവ്, അതുകൊണ്ട് അതിനൊരു പരിഹാരം എന്നോണം പുസ്തകങ്ങൾ എഴുതി തുടങ്ങാനായിട്ട് ഞാൻ ആഗ്രഹിക്കുമ്പോൾ വാസ്തവത്തിന് നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ സാഹിത്യ താല്പര്യം അതിനൊരു പ്രേരണയായി എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്. മാത്രമല്ല എൻ്റെ പിതാവ് വളരെ മുമ്പ് തന്നെ അദ്ദേഹം ജീവിച്ചിരുന്ന സന്ദർഭത്ത് എൻ്റെ അടുത്ത് ഉപരിപഠനം കഴിഞ്ഞതിന് ശേഷം എൻ്റെ തീസിസിനെ പുസ്തകമാക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. അതുകൊണ്ട് ആ താല്പര്യം പ്രകടിപ്പിക്കുകയും ഞാൻ ആദ്യമായിട്ട് MTHൻ്റെ തീസിസിനെയാണ് പുസ്തകമാക്കാനായിട്ട് ആഗ്രഹിച്ചത്. അതിന് വിഷയമെടുത്തത് തന്നെ തെക്കൻ തിരുവിതാംകൂറിലുള്ള കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ ജീവിതത്തെയാണ് ഞാൻ പഠന വിഷയമാക്കിയത്. അന്നേരം
അതിലെനിക്കുണ്ടായത് വേദപുസ്തകത്തിലുള്ള പുറപ്പാട് പുസ്തകം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ്. പുറപ്പാടിൽ ഇസ്രായേൽ ജനത അവരുടെ കഷ്ടതയും അനുഭവിക്കുന്നതും അവരെ മോശ വിടുവിക്കുന്നതും അവരെ അവിടുന്ന് വിടുവിച്ച് കൊണ്ടുപോയി പലസ്തീൻ എന്നുള്ള സ്ഥലത്തേക്ക് 40 വർഷം അവരെ നയിച്ച് എത്തിക്കുന്നതും എനിക്ക് വളരെ കൗതുകകരമായ വിഷയമായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷിലുള്ള പുറപ്പാടിന് എക്സോഡസ് എന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത് സെക്കൻഡ് എക്സോഡസ് എന്നാണ്. ഇവിടെയുള്ള തിരുവിതാംകൂറിലുള്ള കഷ്ടപ്പെടുന്ന ജനത ഒരു പുതിയ സംസ്കാരത്തിലേക്ക് അവർ കടന്നു ചെല്ലുന്നു. അന്ന് ഇസ്രായേൽ ജനത 40 വർഷം നടന്നുപോയി ഒരു ജോഗ്രാഫിക്കൽ ഭൂമിശാസ്ത്രപരമായ പുറപ്പാടാണെങ്കിൽ ഇവിടുത്തെ ജനത ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പുറപ്പാടല്ല, മറിച്ച് അവർ ജീവിക്കുന്നിടത്ത് തന്നെ ജീവിച്ചുകൊണ്ട് ഒരു സംസ്കാരത്തിൽ നിന്നും ഒരു പുതിയ സംസ്കാരത്തിലേക്കുള്ള പ്രയാണവും അതിനെ സ്വീകരിക്കുകയും പലസ്തീനിൽ ചെന്ന് പാലും തേനും ഒഴുകുന്ന ദേശത്ത് അവർ ചെന്ന് സന്തോഷം അനുഭവിച്ചതുപോലെ ഈ സുവിശേഷം സ്വീകരിച്ചതിലുള്ള സന്തോഷം അനുഭവിക്കുന്നതിനെയാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ ആദ്യത്തെ പുസ്തകത്തിൽ എഴുതിയത്. അതുകൊണ്ട് ആ പുസ്തകത്തിന് പേരിട്ടത് സെക്കൻഡ് എക്സോഡസ് എന്നാണ്, രണ്ടാം പുറപ്പാട് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഈ തീസിസിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയപ്പോൾ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ, നിലവിലുണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥ, അതിൻ്റെ തിക്തഫലങ്ങൾ, അതുണ്ടാക്കിയ പ്രതിസന്ധികൾ, ഒരു ജനത എങ്ങനെയാണ് ആ പ്രതിസന്ധി തരണം ചെയ്തത്, അന്ന് മോശ അവർക്ക് നേതൃത്വം കൊടുത്തതുപോലെ റിങ്കിൾ ടോബെ എന്ന മിഷണറി വളരെ വിദൂരതയിൽ നിന്ന് കടന്നു വന്ന് ആ നേതൃത്വം കൊടുക്കുന്നതുമൊക്കെ വളരെ വൈകാരികമായി മാത്രമേ നമുക്കതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് മനസ്സിലാക്കുന്ന, ഈ കാര്യം മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ടാം പുറപ്പാടെന്ന് പറയുന്നതിന് ഒട്ടും അതിശയോക്തികരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ പുസ്തകം കാസ്റ്റീസം ആൻഡ് കമ്മ്യൂണലിസം എ മിസിയോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്നുള്ള ഒരു പുസ്തകമാണ്. അതിലെ പ്രധാനപ്പെട്ട കാര്യം ഈ മിഷണറിമാരുടെ അനുഭവകഥകൾ, അതിലൂടെയാണ് വർഗീയതയും ജാതീയതയും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പഠിക്കാനായിട്ട് ഇടയായത്. അതിനെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കാസ്റ്റീസം എന്ന് പറയുന്നത് ഇന്ത്യയുടെ തനത് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ആളുകൾ കണ്ടിരുന്നത്. അത് പുറമേ നിന്ന് വരുന്നവർക്ക് അതൊരു വലിയ തിന്മയായി തോന്നിയിരുന്നെങ്കിലും ഇവിടെയുള്ള സാമൂഹ്യ വ്യവസ്ഥയിൽ അതിനെ ഒരു വലിയ പാപമായിട്ട് ആരും കണ്ടിരുന്നില്ല. ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് തൊഴിൽ വ്യവസ്ഥയുമായിട്ട് അവർ ബന്ധപ്പെടുത്തിയിരുന്നു. എന്നാൽ മനുഷ്യനുണ്ടാക്കിയ പ്രശ്നങ്ങൾ പഠിക്കുമ്പോൾ വളരെ സങ്കടകരമായിട്ടാണ് തോന്നുന്നത്. കാരണം മനുഷ്യൻ, ആ വ്യക്തി ജാതിയുടെ പേരിൽ അനുഭവിക്കുന്നത് എന്തുമാത്രം ഭീകരമായ അനുഭവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ മതപരമായ വിവേചനം ഇവിടുത്തെ ജനത അനുഭവിച്ചിരുന്നു. അപ്പോൾ കാസ്റ്റീസവും കമ്മ്യൂണലിസവും മനുഷ്യരാശിയുടെ പുരോഗതിക്ക് വലിയ തടസ്സമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ആ കാസ്റ്റീസത്തിനെ ഇല്ലാതാക്കാൻ നമ്മൾ എന്ത് തന്നെ പരിശ്രമിച്ചാലും സാധിക്കുകയില്ല. അതുപോലെ തന്നെ കമ്മ്യൂണലിസവും അത് ഈ വലിയ വിഷലിപ്തമായ സമൂഹത്തിനെ ബാധിക്കുന്ന ക്യാൻസർ പോലെയാണ് ഈ കമ്മ്യൂണലിസം. അതുണ്ടാക്കിയ ഭയങ്കരമായ സമരങ്ങൾ, സംഘർഷങ്ങൾ എല്ലാം നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രക്തച്ചൊരിച്ചിലുകളൊക്കെ ആഫ്രിക്കയിൽ ഇന്ന് അതിൻ്റെ പേരിൽ ഒരു സമൂഹത്തെ തന്നെ ഒന്നടങ്കം മാറ്റിക്കളയുന്ന എക്സ്റ്റർമിനേഷൻ എന്ന് പറയുന്ന ആ ഒരു രീതി, അത് ഒരു പൂർണ്ണമായിട്ട് ആളുകളെ ഒരു ഒഴിവാക്കുന്ന, ഹിറ്റ്ലർ അതാണ് ചെയ്തത്. 60 ലക്ഷത്തിലധികം വരുന്ന യഹൂദന്മാരെ മതത്തിൻ്റെ പേരിലും അതുപോലെ ജാതിയുടെ പേരിലും, അദ്ദേഹം ആര്യ സുപ്രമസി അതിൻ്റെ പേരിലാണ് അത് നശിപ്പിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ആ വ്യവസ്ഥ മിഷണറിമാർ പഠിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് മിഷനറിമാർ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും
കാസ്റ്റിസം കമ്മ്യൂണലിസവും മനുഷ്യരാശിയുടെ പുരോഗതിക്ക് തടസ്സമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ പുസ്തകം തയ്യാറാക്കിയത്. മിസിയോളജിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ദ ബൈബിൾ എന്നുള്ളതാണ് മൂന്നാമത്തെ പുസ്തകം. അതായത് മിഷൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യക്തി താല്പര്യങ്ങളല്ല, പിന്നെയോ അത് വേദപുസ്തകത്തിൻ്റെ അധിഷ്ഠിതമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പുസ്തകം തയ്യാറാക്കിയത്. സാധാരണ മിഷണറിമാർ അയക്കപ്പെടുന്നത് സഭയാണ്. അപ്പോൾ സഭ അയക്കുന്നെന്നുള്ള കാഴ്ചപ്പാട് മാറിയിട്ട് മിഷണറിമാരെ അയക്കുന്നത് സഭയല്ല ദൈവമാണെന്ന് ഉള്ള കാഴ്ചപ്പാട് സഭയിൽ പഠിപ്പിക്കലുകൾ കടന്നു വന്നു. മിസിയോ ഡേ എന്നുള്ള പുതിയ ആശയം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സഭയാണ് മിഷണറിമാരെ അയക്കുന്നെങ്കിലും അതിന് ദൈവമാണ് അതിൻ്റെ അയക്കുന്ന യഥാർത്ഥ ശക്തി എന്ന് ഉള്ള മിഷൻ്റെ കാഴ്ചപ്പാടിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ പുസ്തകം തയ്യാറാക്കിയത്. അതുകൊണ്ട് അതിനകത്ത് പഴയ നിയമത്തിൽ എങ്ങനെയാണ് മിഷൻ പ്രവർത്തനം നടന്നിരുന്നത്, പുതിയ നിയമത്തിൽ എങ്ങനെയാണ് മിഷൻ പ്രവർത്തനം നടന്നിരുന്നത്, ഈ കാര്യങ്ങളെല്ലാമാണ് അവിടെ വന്നിട്ടുള്ളത്. യേശുക്രിസ്തുവാണ് യഥാർത്ഥമായ മിഷൻ്റെ മോഡൽ എന്ന് വരുത്തുകയാണ്. രണ്ടാമതായിട്ട് വിശുദ്ധ പൗലൂസിൻ്റെ മിഷണറി പ്രവർത്തനങ്ങൾ, അദ്ദേഹം ഒരു മിഷന് നല്ല മാതൃകയാണ്. അത് മിഷണറിമാരായി പോകുന്നവർക്കും മിഷൻ പഠിക്കുന്നവർക്കും പ്രചോദനമാകാനായിട്ടാണ് ഈ പുസ്തകം തയ്യാറാക്കിയത്. മാത്രമല്ല സഭ തന്നെ അല്ലെങ്കിൽ ദൈവം തന്നെ മിഷണറി ഗോഡ് എന്നുള്ള ആശയം കൂടെ ഈ ലോകത്തെ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. അപ്പോൾ മിഷണറി പ്രവർത്തനങ്ങൾ വെല്ലുവിളി നേരിടുമ്പോൾ മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് മാൻഡേറ്ററിയാണ്. ക്രിസ്ത്യാനികൾക്ക് അത് ബൈബിൾ പരമായിട്ട് നിർബന്ധമായ കാര്യം എന്നുള്ളത് കൊണ്ടാണ് അതിനെ പഠിപ്പിക്കാനായിട്ടാണ് ഈ പുസ്തകം തയ്യാറാക്കിയത്. ഗോഡ് ഹിംസെൽഫ് ഈസ് എ മിഷണറി. പിതാവ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുന്നു, ഒരു മിഷനായിട്ടാണ് അയക്കുന്നത്, ലോകത്തിൻ്റെ പാപത്തെ മാറ്റുന്നത്. പുത്രൻ തൻ്റെ ജീവനെ ലോകത്തിന് വേണ്ടി കൊടുത്തു, ഒരു ദൗത്യത്തിന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഓരോ മിഷണറിയും അവൻ്റെ പ്രവർത്തനം അവൻ്റെ സ്വന്തം നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ മിഷൻ പ്രവർത്തനം. അതാകട്ടെ വേദപുസ്തകത്തിലാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് രേഖപ്പെടുത്താനായിട്ടാണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. നാലാമത്തെ പുസ്തകമാണ് പാരഡൈം ഷിഫ്റ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മിഷൻ. അപ്പോൾ ഈ ചരിത്രപരമായിട്ട് മിഷന് അതിൻ്റെ ചരിത്രത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തലുകളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്, പുസ്തകങ്ങളുമുണ്ട്. എന്നാൽ പല സഭകളും മിഷൻ പ്രവർത്തനം ചെയ്തതിന് അവരുടെ പ്രവർത്തനങ്ങളെ അവർ ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ധാരാളം സഭകൾ അവരുടേതായിട്ടുള്ള തനത് സംഭാവനകൾ നൽകിയിട്ടുണ്ട്, അത് ശ്രേഷ്ഠവുമാണ്. പക്ഷേ മറ്റുള്ള സഭാവിഭാഗങ്ങളും വ്യക്തികളും ചെയ്യുന്ന പ്രവർത്തനങ്ങളും ശക്തമാണ്, ശ്രേഷ്ഠമാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതായിട്ടുമുണ്ട്. അതുപോലെ തന്നെ പുരാതന കാലത്ത്, അതായത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം മിഷണറി അവരുടെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ചിതറിപ്പോവുകയും അവർ മിഷണറിമാരായിട്ട് ഓരോ ഇടത്തും പ്രവർത്തിക്കുകയും ചെയ്തു. പോയിടത്തെല്ലാം അവർ വലിയ മിഷൻ പ്രവർത്തനമാണ് നടത്തിയത്. അതുപോലെ സഭകളും അവരുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് നടത്തിയിരുന്നു. പ്രത്യേകിച്ച് നെസ്റ്റോറിയൻ സഭയുടെ പ്രവർത്തനങ്ങൾ ഇന്ന് തമസ്കരിക്കുന്ന ഒരു രീതിയുണ്ട്. കാരണം ആ സഭാവിഭാഗവുമായിട്ടുള്ള വ്യത്യാസങ്ങളുമുണ്ട്. എന്നാൽ അവർ ചെയ്ത പ്രവൃത്തികളെന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ അന്ന് ചെയ്ത മിഷൻ പ്രവർത്തനങ്ങൾ വൈദ്യശാസ്ത്ര രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ കാർഷിക രംഗത്തൊക്കെ അവർ ചെയ്ത പ്രവർത്തനങ്ങളെ ഈ പുസ്തകത്തിൽ വളരെ നന്നായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മൊണാസ്റ്റിസിസം, ഈ മൊണാസ്റ്റിസിസം അതിൻ്റെ ആരംഭം, അതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം വിപുലമായിട്ട് തന്നെ ഈ പുസ്തകത്തിൽ പാരഡൈം ഷിഫ്റ്റ് എന്നുള്ള പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല മിഷൻ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്നാൽ ആധുനിക കാലഘട്ടത്ത് മിഷന് കാഴ്ചപ്പാടിന് ഒരു വ്യതിയാനം സംഭവിച്ചു. അതാണ് ഷിഫ്റ്റ്.
പാരഡൈം എന്ന് പറഞ്ഞാൽ ദർശനം. ദർശനത്തിന് ഒരു ഭ്രംശം, ഒരു മാറ്റം സംഭവിച്ചു. ആ മാറ്റം എന്ന് പറയുന്നത് ഗുണവും ദോഷവും എന്ന് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ അതിനുള്ള ശ്രേഷ്ഠ ഗുണങ്ങളെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കാഴ്ചപ്പാടെന്ന് പറയുന്നത് മിഷൻ എന്ന് പറയുന്നതിന് ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മനുഷ്യർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഏർപ്പാടാണ് എന്ന് ആധുനിക ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. മതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം, മതത്തിൻ്റെ സഭ സ്ഥാപിക്കുക, സ്നാനപ്പെടുത്തുക എന്നുള്ള ഒരു കാഴ്ചപ്പാട്, അതിൽ നിന്ന് കൂടുതൽ ഉയർന്ന് മിസിയോടെ മിഷൻ ഈസ് ഗോഡ്സ്, അവിടെ ദൈവത്തിന് എല്ലാ ജനവും ഒരുപോലെയാണ്, എല്ലാ ജനത്തിൻ്റെയും ക്ഷേമമാണ് പ്രധാനം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ മിഷനെ കൊണ്ടുവരിക. അതിനോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള മനുഷ്യൻ്റെ വളർച്ച, അതിൻ്റെ പ്രാധാന്യത്തെ അതിനെ ബോധ്യപ്പെടുത്തുന്നു. ഒപ്പം തന്നെ മിഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, ആധുനിക മിഷൻ്റെ പുതിയ രൂപങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. പ്രത്യേകിച്ച് മിഷന് അതിൻ്റെ പ്രവർത്തനങ്ങൾ പണ്ട് പറഞ്ഞിരുന്നത് സ്ട്രാറ്റജി എന്നാണ്. ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു മിലിറ്റൻ്റ് വേർഡാണ്. അതേസമയത്ത് ഇപ്പോൾ പറയുന്നത് മിഷൻ സ്ട്രാറ്റജി എന്നല്ല, പിന്നെ മിഷൻ മെത്തേഡ് എന്നാണ്, മിഷൻ്റെ രീതികൾ എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ മിഷൻ്റെ പഴയ കാഴ്ചപ്പാട് മാറി അത് ജനത്തിൻ്റെ സർവതോമുഖമായ പുരോഗതിയാണ്. അതിനോടൊപ്പം തന്നെ ഈ മിഷണറിയുടെ ദൈവം എൻ്റെ ദൈവം എന്ന് അതിൻ്റെ ഗുണഭോക്താക്കൾ, ബെനിഫിഷ്യറീസ് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അവർക്ക് നിശ്ചയമായിട്ട് ആ മിഷണറിയുടെ മതത്തെ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. അല്ലാതെ മതമാറ്റത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഏർപ്പാടായി മിഷൻ മാറരുത് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് പാരഡൈം ഷിഫ്റ്റ് എന്നുള്ള ഈ പുസ്തകം എഴുതുന്നത്. മിസിയോളജി ആൻഡ് വുമൺ എന്നുള്ളതാണ് 5-ാമത്തെ പുസ്തകം. ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് സമൂഹത്തിലുള്ള അവരുടെ സ്ഥാനത്തെക്കുറിച്ച് വലുതായിട്ടുള്ള ചർച്ചകൾ നടക്കുകയും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ്. അനേകം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അനേകം കോൺഫറൻസുകളിൽ എനിക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ വുമൺ ഇഷ്യൂവിനെ അവർ അഡ്രസ്സ് ചെയ്യുന്നത് ഫെമിനിസത്തിൻ്റെ കാഴ്ചപ്പാടിലാണ്. ഫെമിനിസം ആകട്ടെ ഒരു തരം എതിർപ്പിൻ്റെ രീതിയിലാണ് ഫെമിനിസത്തെ പലരും കാണുന്നത്. എന്നാൽ സത്യത്തിൽ ഫെമിനിസം അതല്ല. ഫെമിനിസം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. അതിൽ പുരുഷന്മാരെ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളെ നിഷേധിക്കുകയോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പഴയ പാട്രിയാർക്കിസം അതിനുള്ള ദൂഷിത ഫലങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ സ്ത്രീകളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരണമെന്നുള്ള ആശയമാണ് ആധുനിക ഫെമിനിസത്തിലുള്ളത്. അത് തന്നെയാണ് ഈ മിസിയോളജിയിൽ ഇന്ന് മിഷനിൽ കൂടെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ആരും പ്രത്യേക പരിശ്രമങ്ങൾ നടത്തുകയോ അതിനൊരു വിഭാഗത്തിൻ്റെയോ ആവശ്യമില്ല. മറിച്ച് സ്ത്രീകൾ അവരുടെ നേതൃത്വത്തിലേക്ക് വരാൻ അവരെ തടസ്സപ്പെടുത്താതിരുന്നാൽ മതി. മറ്റുള്ളവർ അതിന് സഹായകമായ നിലപാടുകളൊന്നും അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ലെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ അവർ തന്നെ മുന്നോട്ട് വന്നോളും. ഇന്ന് എല്ലാ ഫീൽഡിലും സ്ത്രീകൾ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്തായിരുന്നാലും അതുപോലെ സാമൂഹ്യ രംഗത്തായാലും എല്ലാം അവരുടെ പഴയ അടിച്ചമർത്തപ്പെട്ട രീതി മാറിയിട്ടുണ്ട്. അവരുടെ അവകാശങ്ങളെക്കുറിച്ച് സ്ത്രീകൾ ബോധവതികളാണ്. അതുപോലെ എന്നാൽ സഭയിലുള്ള ശുശ്രൂഷ രംഗത്ത് സ്ത്രീകളുടെ പ്രവർത്തനങ്ങൾ അല്പം പിന്നിലാണെന്നാണ് പറയാൻ സാധിക്കുന്നത്. കാരണം എല്ലാ മതവിഭാഗങ്ങളിലും സ്ത്രീകൾക്കൊരല്പ പിന്നിലോട്ടാണ് പിന്നിലാകണം എന്നുള്ള ചിന്താഗതി അവർക്കുള്ളതുപോലെ തോന്നുന്നു. എന്നാൽ അത് പാടില്ല. അവർക്ക് തുല്യമായ അവകാശമുണ്ട്. മാത്രമല്ല അവരുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് ഇന്ന് ധാരാളമായിട്ട് സഭയ്ക്ക് ലഭ്യമാകുന്നുണ്ട്. അത് കൂടുതൽ അവരുടെ ബുദ്ധി, കുടുംബത്തെ നയിക്കുന്നതിലുള്ള അവരുടെ ബുദ്ധി ഈ സമൂഹത്തിലും കൂടെ അത് നയിക്കുന്നത് എങ്ങനെയാണെന്ന് ആ ഓറിയൻറ്റേഷൻ അവരിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സ്ത്രീ സമൂഹം എന്ന് പറയുന്നത്
ഒട്ടും പുരുഷന്മാരുടെ പ്രവർത്തനങ്ങളുടെ ആ മേഖലകളിൽ നിന്ന് ഒട്ടും പിന്നിലല്ല, മറിച്ച് അതൊരു തുല്യതയുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്താനാണ് ഈ പുസ്തകത്തിലൂടെ ശ്രമിക്കുന്നത്. മിസിയോളജി ആൻഡ് വുമൻ എ ക്രോണോളജിക്കൽ ആൻഡ് തിയോളജിക്കൽ ഇഷ്യൂ എന്നുള്ളതാണ്. കാലഘട്ടത്തിലൂടെ അവർ വളർന്നു വന്ന അതിനെ പഠിപ്പിക്കുകയും മാത്രമല്ല വേദശാസ്ത്രപരമായി അവരുടെ പ്രാധാന്യത്തെ, അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും ചെയ്യുന്നതാണ് ഈ പുസ്തകം. മാത്രമല്ല തുടർന്നുള്ള നാളുകളിൽ ഈ പുസ്തകം വായിച്ച് അതിൻ്റെ ദർശനം ഉൾക്കൊണ്ട് സഭയിലും അവരുടെ നേതൃത്വം, അവർക്ക് തുല്യമായ പ്രാധാന്യം കിട്ടേണ്ടതാണ് എന്നുകൂടെ സഭാ നേതൃത്വത്തെ ചിന്തിപ്പിക്കുവാനും കൂടെയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സൺഡേ സ്കൂള് പഠിക്കുന്നതിനോടൊപ്പം തന്നെ സഭയുടെ രാത്രി ആരാധനകളിൽ, അന്ന് രാത്രി ആരാധനകളിൽ ആളുകൾ വരുന്നതൊക്കെ വളരെ കുറവായിരുന്നു, എങ്കിലും ഒരു ആരാധന മുടക്കാതെ അതിൽ പങ്കെടുത്തിരുന്നു. ഒപ്പം തന്നെ അവധി സമയമാകുമ്പോൾ ഞങ്ങളെ കൊണ്ടുവന്ന് അപ്പൂപ്പൻ്റെ സ്ഥലത്ത്, അതായത് എൻ്റെ അമ്മയുടെ ഭവനത്തിൽ കൊണ്ടാക്കുമായിരുന്നു. അപ്പൂപ്പന് ഒരു പുരോഹിതനാണ്. രാവിലെ ഞങ്ങൾ നോക്കുമ്പോൾ ഹൗസ് വിസിറ്റിനായിട്ട് അപ്പൂപ്പൻ പോകുന്നത് കാണാം, തിരിച്ചു വന്നിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ആരാധന നടത്തുന്നത്, ഇതെല്ലാം വളരെ കൗതുകത്തോടെയാണ് വീക്ഷിച്ചിരുന്നത്. എൻ്റെ പിതാവും പുരോഹിതനായിരുന്നതുകൊണ്ട് ഞങ്ങൾ മിഷൻ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവിടുത്തെ ഒരു പ്രത്യേക തരം ജീവിതമാണ്. ആളുകൾ ഞങ്ങളെ വളരെ റെസ്പെക്റ്റോടെ കണ്ടിരുന്നു. അപ്പോൾ അപ്പനോ കിട്ടുന്ന റെസ്പെക്റ്റ്, അപ്പൻ്റെ പ്രവർത്തനങ്ങൾ, ആ കാഴ്ചപ്പാട്, അത് എനിക്കും ഒരു ശുശ്രൂഷകനാകണമെന്ന് വാസ്തവത്തിന് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വേദപുസ്തകം പല പ്രാവശ്യം വായിച്ചത് മാത്രമല്ല, മതപുസ്തകങ്ങൾ, സെക്കുലർ പുസ്തകങ്ങൾ ധാരാളം വായിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ലൈബ്രറിയുടെ ഒരു സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത് മൂലം ലൈബ്രറിയിലുള്ള അനേകം പുസ്തകങ്ങൾ വായിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ക്രിസ്തീയ പുസ്തകങ്ങൾ, എഴുത്തുകളോടൊപ്പം തന്നെ വേദപുസ്തകം, അതിനോടൊപ്പം തന്നെ മറ്റു മതങ്ങളിലുള്ള പുസ്തകങ്ങൾ വായിച്ചത് എനിക്ക് വളരെയധികം പ്രയോജനം, എൻ്റെ വിശ്വാസ ജീവിതം ശക്തിപ്പെടുന്നതിന് പ്രയോജനമായിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോഴെല്ലാം അതിൻ്റെ തത്വങ്ങളെ നിരാകരിക്കുകയല്ല ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, മാനസികമായിട്ട് അതിനെ മനസ്സിനകത്ത് അതിനെ സ്വീകരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതെനിക്ക് പിന്നീട് വളരെയധികം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. മിക്കവാറും അന്നുള്ള പഠിച്ചിട്ടുള്ള ശ്ലോകങ്ങൾ, അവരുടെ ആശയങ്ങളെല്ലാം ഇന്നും എനിക്കത് ഓർമ്മയുണ്ട്. എൻ്റെ എഴുത്തിലൊക്കെ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് കാരണമായിട്ടുമുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങളിൽ ഈ മതത്തിൻ്റെ പുസ്തകങ്ങൾ സെക്കുലർ ഒരു ആശയം പോലെ അതിനകത്ത് വരുത്താൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും മതത്തിൻ്റെ സ്വാധീനം അതിനകത്ത് വളരെ ശക്തമാണ്. അതുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്ത് പോകാനായിട്ട് സാധാരണ ക്രിസ്തുമതത്തിലുള്ളവർക്ക് മാത്രമല്ല, സെമിനാരി വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, സാധാരണക്കാർക്ക് ഈ പുസ്തകം വായിക്കുന്നത് പ്രയോജനപ്പെടും. പിന്നീട് സാധിച്ചത് ആ ചിന്തകളും ആ സ്വാധീനവുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അപ്പൂപ്പൻ അച്ഛൻ റവറൻഡ് മാനുവൽ, അദ്ദേഹത്തിൻ്റെ സ്വാധീനം വളരെ എന്നിലുണ്ട്. അദ്ദേഹം ശുശ്രൂഷയ്ക്കായിട്ട് ശുശ്രൂഷ വസ്ത്രവും ധരിച്ചുകൊണ്ട് പോകുന്നതും ആളുകൾ അദ്ദേഹത്തെ കാണാൻ വരുന്നതും അവരുടെ പ്രശ്നങ്ങൾ പറയുന്നതിനും അതിന് പരിഹാരം പറയുന്നതൊക്കെ ഞാൻ ഇന്നും അത് ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പിതാവ് എത്ര ദുർഘടമായ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായില്ല. ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് എസ്റ്റേറ്റ് ചർച്ചസിൽ ഇരിക്കുമ്പോൾ 8 വർഷം അവിടുത്തെ പൊന്മുടി, മർച്ചിസ്റ്റൺ തുടങ്ങിയ ബോണക്കാട് തുടങ്ങിയ സഭകളിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തിരുന്നു. പലപ്പോഴും ബസ് കിട്ടാതെ വരുമ്പോൾ ആ കൊടിയ വനത്തിലൂടെ അദ്ദേഹം നടന്നു പോവുകയും പലപ്പോഴും വളരെ അപകടത്തെ ഫേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ബോധ്യം കൊണ്ടാണ് അധ്യാപക വൃത്തി വിട്ട് ഈ ശുശ്രൂഷയിലേക്ക് വരുന്നത്. ഈ പിതാവിൻ്റെയും അപ്പൂപ്പൻ്റെയും ഒക്കെ സ്വാധീനം കൊണ്ടാണ്. എന്നിട്ട് പുസ്തകം രചനയും അതുപോലെ തന്നെ ഈ വിശ്വാസ ജീവിതമാണ്, ഈ ക്രിസ്തുവിലുള്ള വിശ്വാസവും അത് മറ്റുള്ളവരോട് പറയുവാനുള്ള താല്പര്യവും അത് ഈ പുസ്തക രചനയിലും അത് പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യത്തെ പുസ്തകം എഴുതുന്ന സന്ദർഭത്ത് വാസ്തവത്തിന്
വേദപുസ്തകത്തിലുള്ള എക്സോഡസ്, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ പുറപ്പാട് പുസ്തകം എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ ഹീറോ എന്ന് പറയുന്നത് തന്നെ മോശ എന്ന് പറയുന്ന നേതാവാണ്. മോശ ഒരു നേതാവും പ്രവാചകനുമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വ സ്ഥാനത്ത് ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ എല്ലാം ആലോചിച്ച് നോക്കുമ്പോൾ ഇന്നുള്ള സഭാ നേതൃത്വം ഉൾപ്പെടെ, രാഷ്ട്രീയ സഭാ നേതൃത്വം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ അടുത്തുപോലും എത്തുന്നില്ല. കാരണം ഒരു സന്ദർഭത്തിൽ ഇസ്രായേൽ ജനതയെ ദൈവം ഭയങ്കരമായ കോപം കൊണ്ട് നശിപ്പിക്കാനായിട്ട് തുടങ്ങും. മോശയോട് പറയും, നീ മാറി നിൽക്കുക, ഞാനിവരെ നശിപ്പിക്കുന്നു. മോശ പറയും, എന്തു വന്നാലും പറ്റിയില്ല, ആദ്യം എന്നെ നശിപ്പിച്ചിട്ട് അവരെ നശിപ്പിക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ജനത അങ്ങയുടെ ദൈവത്തിൻ്റെ ഇരുമ്പ് മുഷ്ടിയിൽ അവരെ ഫറവൻ്റെ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നതാണ്. അവർ മാനുഷികമായ ദൗർബല്യത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പോൾ അവർ ദൈവത്തെ വിശ്വസിച്ച് വന്നവരാണ്. അതുകൊണ്ട് യഹോവ അവരെ നശിപ്പിക്കാൻ പാടില്ല. എന്നിട്ട് ദൈവം അവന് ഓഫർ കൊടുക്കും, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും. മോശ ആ ഓഫറിനെ നിരാകരിക്കുകയാണ്. എനിക്ക് അങ്ങനെ ഒരു ഓഫറേ വേണ്ടെന്നാണ് മോശ പറയുന്നത്. ഈ ജനത്തെ നശിപ്പിച്ചിട്ടുള്ള ഒരു നന്മയും എനിക്ക് വേണ്ട. അങ്ങനെ ജനത്തിൻ്റെ തെറ്റുകളെ, പാപങ്ങളെ ദൈവം മോശയെ ഓർത്ത് ക്ഷമിക്കുകയാണ്. അത് പല പ്രാവശ്യമാണ്. ഒരു സന്ദർഭത്ത് മോശ തന്നെ കഠിനമായ ദേഷ്യം കൊണ്ട് ഈ ജനത്തിന് നൽകുന്ന കൽപ്പനകളെ ഉടച്ചു കളയും. അവരെ വിമോചിപ്പിച്ച് കൊണ്ടുവന്നത് ദൈവമല്ല എന്നൊക്കെ പറയുന്നു. ജനം അങ്ങനെ പറഞ്ഞ് ദൈവനിഷേധം പറയുമ്പോൾ അവർക്ക് കൊടുക്കാൻ കൊണ്ടുവരുന്ന കൽപ്പനകളെല്ലാം അടിച്ച് പൊട്ടിച്ച് കളയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം വാസ്തവത്തിന് ഒരു മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്ത് നേതൃത്വങ്ങളെ നമ്മൾ കാണുന്നതാണ്. അവർ ജനത്തിൻ്റെ നന്മയല്ല അവരുടെ ലക്ഷ്യം, പിന്നെ അവരുടെ നന്മ, അവരുടെ വ്യക്തിപരമായി കുടുംബത്തിൻ്റെ സാമ്പത്തികവും അതുപോലെ സ്ഥാനമാനങ്ങൾ, ലഭ്യമാകുന്ന സ്ഥാനമാനങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ അതിനുവേണ്ടി എന്ത് കോംപ്രമൈസും ചെയ്യുന്നവരാണ്. അപ്പോൾ ആ സന്ദർഭത്താണ് ഇത് വളരെ വികാരപരമായി മാത്രമേ നമുക്ക് ഈ വേദഭാഗങ്ങൾ വായിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് വാസ്തവത്തിന് ഈ പുസ്തകത്തിന് തന്നെയും ഞാൻ എഴുതി തുടങ്ങുന്നതിന് സെക്കൻഡ് എക്സോഡസ് എന്ന് പറഞ്ഞ് പേര് കൊടുത്തത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഈ പുസ്തകത്തിന് സെക്കൻഡ് എക്സോഡസ് എന്ന പേര് കൊടുത്തു, രണ്ടാം പുറപ്പാടെന്ന് പേര് കൊടുത്തു എന്ന്. അപ്പോഴെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അവരോട് പറയുന്നതും, ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹം ഈ ക്രിസ്തുമതം സ്വീകരിക്കുന്നത് ഒരു പുതിയ സംസ്കാരത്തെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിലേക്കുള്ള പ്രയാണമാണത്. അതുകൊണ്ട് ഈ വിശ്വാസപരമായ ക്രിസ്തീയ വിശ്വാസം എന്നിലുള്ള വിശ്വാസവും അപ്പോൾ അതിൻ്റെ അഗാധമായ എന്നിലുണ്ടാക്കിയ ആ സന്തോഷവും അതാണ് വാസ്തവത്തിന് ഈ പുസ്തക രചനയിൽ പ്രേരിപ്പിക്കുന്നതും. പല സന്ദർഭത്തും അത് ഈ എഴുതിക്കൊണ്ടിരുന്ന സന്ദർഭത്ത് എനിക്ക് ഈ ആത്മീയമായ ഒരു പ്രചോദനം, അതുകൊണ്ടാണ് അടുത്തടുത്ത പുസ്തകങ്ങളെല്ലാം എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. കാസ്റ്റീസം കമ്മ്യൂണലിസം എന്ന പുസ്തകം എഴുതുമ്പോൾ വാസ്തവത്തിന് മിഷണറിമാർ അവരുടെ ആത്മീകമായ ആ പ്രവർത്തനമാണ് ഈ ജാതി വ്യവസ്ഥയ്ക്കെതിരെ, കമ്മ്യൂണൽ വ്യവസ്ഥയ്ക്കെതിരെ എല്ലാം പോരാടിയത്. അപ്പോൾ മാറുമറയ്ക്കൽ സമരം, ജനങ്ങൾ മാറുമറയ്ക്കണം, സ്ത്രീകൾ മാറുമറയ്ക്കണം, ഡീസൻ്റായിട്ട് വസ്ത്രം ധരിക്കണം തുടങ്ങിയ ആശയങ്ങൾക്ക് വേണ്ടി അവർ ശക്തമായി പോരാടുകയുണ്ടായി. അങ്ങനെ വിശ്വാസപരമായ എൻ്റെ അനുഭവങ്ങളാണ് വാസ്തവത്തിന് ഈ പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചത്. മാത്രമല്ല ഓരോ പുസ്തകങ്ങൾ എഴുതാനും, ഇപ്പോൾ അടുത്ത പുസ്തകത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ്. സംസ്കാരം എന്നുള്ളതാണ് അടുത്ത പുസ്തകം. അപ്പോൾ ആ സംസ്കാരം എന്നുള്ള പുസ്തകം എന്ന് പറഞ്ഞാൽ അതിന് കൊടുത്തിരിക്കുന്ന പേര് ഇനിവിറ്റബിൾ കൾച്ചറൽ ഓസ്മോസിസ് എന്നാണ്. സാംസ്കാരികമായി ഉള്ള ക്രിസ്തുമതത്തിൻ്റെ സംസ്കാരം ഇതര സംസ്കാരങ്ങളുടെ അതിൽ സ്വാധീനിച്ചതെങ്ങനെ എന്നുള്ളതാണ്. ഉദാഹരണത്തിന് മിഷണറിമാർ ഇവിടെ വരുമ്പോൾ ജാതി വ്യവസ്ഥ, അതുപോലെ സതി, പിന്നെ ശൈശവ വിവാഹം, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു പുതിയ സംസ്കാരം ഇവിടെ നടപ്പിലാക്കി, ക്രൈസ്തവ സംസ്കാരം. അതാകട്ടെ ഇതിനെല്ലാം നിഷേധിക്കുന്നതും ഇത് തെറ്റാണെന്ന് പഠിപ്പിക്കുകയും ഭാഗ്യത്തിന് ഇന്ത്യൻ സമൂഹം അതിനെ അംഗീകരിക്കുകയും നിയമപരമായി തന്നെ അതിനെ നിഷേധിക്കുകയും ഇന്ന് ഒരിടത്തും സതി നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. അതെല്ലാം തന്നെ നമ്മുടെ ആത്മീകമായ
പ്രചോദനമാണ്. അപ്പോൾ ഈ പുസ്തകം വാസ്തവത്തിന് ഞാൻ വളരെ സീരിയസ് ആയിട്ട് അതിനെ കാണുക, അതിനുള്ള പഠനങ്ങളും കൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എഴുതുന്ന സന്ദർഭത്തിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓരോ പുസ്തകം എഴുത്ത സന്ദർഭത്തിൽ എനിക്ക് പറയാൻ സാധിക്കും, ആത്മീയമായ പ്രചോദനമാണ് ഈ പുസ്തകം എഴുത്തിന് പ്രേരക ശക്തിയായതെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും.